അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കണം ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാറുന്ന ആണിപ്രദാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെ ഇസ്രയേലിലാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പോൾ നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും.
ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പോൾ ആ ജോപ്പ അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്, ഹീനമെന്ന് വിളിക്കരുത്. ബൈബിളിൻ്റെ ഒരു നിലപാട് കണ്ട, അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കെസ്രിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താ? വിജാതിയർ ഹീനജാതികൾ എന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പോൾ ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? പോയി. അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ളവരെല്ലാം ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണമല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് പത്രോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞ്, ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ് നിനക്ക് ഇത് ടേക്ക്, ഇത് ഇവരെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല, അവർണനുമില്ല, സവർണനുമില്ല. ഇവനെന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷേ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം, ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബൈബിൾ സ്വീകരിച്ചവരെ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിസുകാർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ
കൂനംകുരിശ് എന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോഴേ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയിലിൻ്റെ അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ പേര് ജോബിൻ, ഞാൻ ചെന്നൈയിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു വലിയൊരു അത്ഭുതം അതിവിടെ സാക്ഷിയായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2019 തൊട്ട് വിദേശത്തിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് രാജ്യത്തിലോട്ടേക്ക് ചിന്തിച്ചു. പക്ഷേ എൻ്റെ സാമ്പത്തികം വളരെയേറെ പ്രയാസമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞാൻ കാനഡയിലേക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള കോസ്റ്റും കാര്യങ്ങളും വളരെ കൂടുതലായതുകൊണ്ട് പിന്നെ എൻ്റെ സ്പോൺസർ ബാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അത് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 5, 2023 ഞാൻ അമ്മേനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ഇതിൽ നിന്ന് 1 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കൃപാസനത്തിലെ ഒരു വിശ്വാസിയായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് വന്നിട്ടാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് UK ഇപ്പം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എൻ്റെ പള്ളിയിലും പരിശുദ്ധി അമ്മയില്ലേ, അവിടെ തന്നെ നിന്നാലും അവിടെ നിന്ന് അമ്മ പറഞ്ഞാലും എല്ലാം കേൾക്കുന്നത് തന്നെയല്ലേ. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം അതിനുശേഷം കൃത്യം 1 കൊല്ലങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ജീവിത പങ്കാളിയായി, അതായത് എൻ്റെ ഫിയാൻസെ ആയ ജോലിൻ, അവൾ പറഞ്ഞിട്ടാണ്, അവളെ കൈയും പിടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അങ്ങനെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം നമുക്കൊരു ക്ലാസ് ഉണ്ടാവാറാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ മാതാവ് എനിക്ക് 20 എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിൽ തന്നു. അപ്പോൾ തന്നെ ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു 20 എന്ന് പറഞ്ഞൊരു ദിവസം മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചിലപ്പം സെപ്റ്റംബർ 20 എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റും, ജർമ്മനിയിലേക്കുള്ള വിസ എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം തിരിച്ചുള്ള യാത്ര, അതായിരുന്നു മാതാവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത്. അതായത് ഞാൻ തിരിച്ചുള്ള ചെന്നൈയിലേക്കുള്ള യാത്രകളുടെ ടിക്കറ്റ് എടുത്തത് സ്ലീപ്പർ ടിക്കറ്റ് മാത്രമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഓട്ടോ അപ്ഗ്രേഡായിട്ട് 3rd AC ആണ്. 3rd AC എടുത്തിട്ടാണ് 3rd AC ഓട്ടോ അപ്ഗ്രേഡ്. ഒരു പൈസയോ ഒന്നും എക്സ്ട്രാ ഒന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. ഓട്ടോ അപ്ഗ്രേഡായി എനിക്കങ്ങനെ പോകാൻ പറ്റി. അപ്പം എൻ്റെ മനസ്സിലൊരു തോട്ട്, അതായത് അമ്മ കൃപാസന മാതാവ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സായന പ്രാർത്ഥന ചൊല്ലും. അതുപോലെ നമ്മൾ കൃപാസന പത്രങ്ങൾ ഞാൻ ചെന്നൈയിൽ തമിഴിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെയുള്ള പള്ളിയിൽ ഒക്കെ ചെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പം ഞാൻ ആദ്യവട്ടം ജർമ്മനിയിലേക്കുള്ള വിസ മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുന്നു. ആ സമയം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അത് ആ വട്ടം റിജക്ഷൻ ആയി പോയിട്ടായിരുന്നു. 2ാമത്തെ വട്ടം ഞാൻ ഈ അടുത്ത് ഓഗസ്റ്റ് മാസത്ത് ഞാൻ എടുത്ത സമയത്തും വീണ്ടും എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷവും വീണ്ടും റിജക്ഷൻ വന്നു. ഞാൻ ആകെ തകർന്നു. എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ മാതാവിനെ ചെറുപ്പം തൊട്ടേ വളരെയേറെ മാതാവ് എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് മാതാവിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു അൽത്താര തന്നെ എൻ്റെ വീട്ടിലുണ്ട്.
അപ്പോൾ അവിടെ തന്നെയാണ് കൃപാസന മാതാവിൻ്റെ ഒരു കൊച്ചു പടവും അവിടെ തന്നെയുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറ്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിസ വന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്തത്. നോക്കുമ്പം വീണ്ടും എനിക്ക് റിജക്ഷൻ തന്നെ വന്നു. എനിക്ക് കാര്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെ കരഞ്ഞു, വല്ലാതൊരു വിങ്ങലും കരച്ചിലുമായിരുന്നു. എൻ്റെ മമ്മി 2019 എൻ്റെ അപ്പം മരണപ്പെട്ടതിന് ശേഷം മമ്മിക്ക് പള്ളിയും എല്ലാം പോവുമെങ്കിലും വിശ്വാസം വേണ്ടുവോളം ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു തകർച്ച, അതായത് 2ാമത്തെ വട്ടം എനിക്ക് വന്ന റിജക്ഷൻ, ജർമ്മനിയിലേക്കുള്ള വിസയിൽ വന്ന റിജക്ഷൻ എൻ്റെ അമ്മേനെ കൃപാസന മാതാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഫാക്ടറായി. മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തു. മമ്മി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും 3ാമതൊരു വട്ടം ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുതിർന്നു, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എന്തെല്ലാം തെറ്റുകളാണോ, അതായത് എന്തെല്ലാമാണോ ഞാൻ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ ഉടമ്പടിയിൽ അച്ഛനെപ്പോഴും പറയുന്ന മാതിരി നമ്മൾ നൊവേന അടിസ്ഥാനത്തിൽ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും മാത്രം ആയിട്ട് ചെയ്തു പോകേണ്ടവരല്ല ക്രൈസ്തവർ, അതിൽ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ എനിക്ക് വന്ന ആ വീഴ്ചകളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം തന്നെ 2ാമത് ഇവിടെ നിന്ന് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ പത്രമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ സിറ്റുവേഷനിലും അല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഉള്ള റിസോഴ്സസ് എന്താണ്, അപ്പോൾ ഞാൻ നോക്കുമ്പം ഓൺലൈനിൽ നമുക്ക് കൃപാസന പ്രാർത്ഥന തമിഴിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തു. സായന പ്രാർത്ഥനയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും. ആ പ്രാർത്ഥന എന്ത് ചെയ്തു, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന, കഴിഞ്ഞ വട്ടം ഞാൻ പോയ സമയത്ത് കുർബാനയ്ക്ക് റെഗുലർലി കുർബാനക്കൊക്കെ പോയിട്ടില്ല. എനിക്ക് സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ പോയിട്ടില്ല, മടിയാണോ എന്തുകൊണ്ടോ പോയിട്ടില്ല. പക്ഷേ അത് ഫസ്റ്റ് റെക്ടിഫിക്കേഷൻ അവിടെ വന്നു. എല്ലാ ദിവസവും കുർബാന അത് ഞാൻ ആപ്റ്റാക്കി. അതിനുശേഷം കുമ്പസാരം, ഞാൻ ഏകദേശം 1 കൊല്ലമായി, 1-2 കൊല്ലമായി ഞാൻ കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ 2ാമത്തെ റിജക്ഷൻ വന്നതിന് ശേഷം എല്ലാ വീക്കിലും കുമ്പസരിക്കാൻ തുടങ്ങി. കാരണം മനുഷ്യരല്ലേ, എന്നും പാപം ചെയ്യില്ലേ. അപ്പോൾ ഞാൻ എന്നും കുമ്പസരിക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചയും പള്ളി കഴിഞ്ഞാൽ ഞാൻ കുമ്പസരിക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗവും കൂടി റെക്ടിഫൈ ചെയ്തു. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. പിന്നീട് എൻ്റെ കയ്യിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തമിഴിലുള്ള ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അടങ്ങുന്ന ആ ഡൗൺലോഡഡ് കോപ്പി അവിടെയുള്ള തമിഴിയൻ സൈസുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ എന്ത് ചെയ്തു, ആ സുവിശേഷ പ്രവർത്തനം, അതാണ് എനിക്ക് പറ്റുന്നൊരു സ്കിൽ സെറ്റ്. എനിക്ക് ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ കുർബാനക്ക് പോയ എല്ലാ ദിവസവും 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അടങ്ങുന്ന PDF, അതായത് പ്രിൻ്റ് എടുത്ത് 3 വ്യക്തികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും, അതായത് 3rd ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക്, കൊച്ചിൻ VFSലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൃപാസനത്തിലേക്ക് വന്നു. അപ്പോൾ അച്ഛനെ നേരിൽ കാണാൻ വേണ്ട വന്നത്. അപ്പോൾ അച്ഛനെ നേരിൽ കണ്ടപ്പം അച്ഛൻ ആ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം അടങ്ങുന്നൊരു ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ തന്നു. അതുപോലെ അച്ഛൻ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ പറയുന്നത് മാതിരി എൻ്റെ അടുത്തും പറഞ്ഞു, സാക്ഷ്യം ഒരുപാട് പേരുടെ അടുത്ത് പല കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. അച്ഛൻ എൻ്റെ അടുത്തും വേറൊരു 2 പേരുടെ അടുത്തും സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഞാൻ ചിന്തിച്ചു, അച്ഛൻ ആ ചെറിയൊരു ചിട്ട് മാത്രമേ തരുന്നുള്ളൂ ആ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളൊരു ധാരണ വീണ്ടുമായി. ഞാനെന്ത് തിരിച്ചു പോയി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പൊന്നുവിൻ്റെ അടുത്തും മമ്മീൻ്റെ അടുത്തും പറഞ്ഞു, മമ്മ അച്ഛൻ സാക്ഷ്യം പറയാൻ വേണ്ടി വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു. എന്നാലും അപ്പോഴും എൻ്റെ മനസ്സിൽ സംശയം കിടപ്പായിരുന്നു. അപ്പം വീണ്ടും എൻ്റെ മമ്മി പൊന്നും എല്ലാം കൂടി പറഞ്ഞു, അച്ഛൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പം നീ അത് മനസ്സിലാക്കുക, എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ എന്നും പ്രാർത്ഥിക്കുമ്പം 51-ാം സങ്കീർത്തനം അതെന്നും ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ അതുകൂടാതെ നിത്യാരാധനയിൽ 1 മണിക്കൂറെങ്കിലും ഞാൻ ഡെയിലി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി. ഓരോരോ ദിവസങ്ങൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മേ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് വിസ കൊണ്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. അമ്മ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ വിസ കൊണ്ടായിരിക്കുന്നു. അമ്മ ഇന്നെനിക്ക് എൻ്റെ വിസ എനിക്ക് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം. കാര്യം പറഞ്ഞാൽ 4 കൊല്ലമായി ഇതിൻ്റെ പിന്നാലെ ഞാൻ അലയുന്ന. 4 കൊല്ലം
അതും അമ്മ പറഞ്ഞ പോലെ അമ്മ എനിക്കൊരു 20-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ടുള്ളത്. ഈ വിസ നോക്കിയാൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും 20-ാം തീയതിയാണ് അമ്മ എനിക്ക് ഇത് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ മാതിരി ഒരുപാട് യൂത്തിലുള്ള പല ആൾക്കാരും ചിന്തിക്കും എന്തുകൊണ്ട് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. ഈ പഠനവും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്ക് ലോജിക്കലും കാര്യങ്ങളായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. പക്ഷേ ലോജിക്കിന് ഉപരിയായിട്ടും അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തും അമ്മയിലൂടെ സാധ്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് മുന്നോട്ടേക്കുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഒക്ടോബർ 29 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അവിടെയും അമ്മയ്ക്ക് വേണ്ടും തിരുകുമാരന് വേണ്ടും പ്രവർത്തിക്കണം. അമ്മ തന്ന ഈ ഒരു അനുഗ്രഹം അച്ഛനെന്നും പറയുന്നത് മാതിരി എനിക്ക് മാത്രം തന്ന അനുഗ്രഹമല്ല, എല്ലാ ആൾക്കാർക്കും തന്ന അനുഗ്രഹം. ആ ഒരു ലെവലിലോട്ടേക്ക് എനിക്ക് എത്തിക്കണം. അമ്മയ്ക്കും തിരുകുമാരനും വേണ്ട ജർമ്മനിയിലും എനിക്ക് പ്രവർത്തിക്കണം. അതുവഴി എനിക്ക് നിത്യജീവൻ, അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. എനിക്ക് ഈ ഒരു വലിയൊരു അനുഗ്രഹം തന്ന കൃപാസന പ്രസാദന മാതാവിനും അതുപോലെ തിരുകുമാരനും ഒരുപാട് നന്ദി. അതുപോലെ അത് പറയാൻ പറ്റും. ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു. അതായത് ഞാൻ 3-ാമത്തെ വട്ടം വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിലെ ഓഫീസിൽ പോയ സമയത്ത് എനിക്ക് ആദ്യത്തെ വട്ടം എൻ്റെ പാസ്പോർട്ടിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് അതായത് നമുക്കൊരു ഇത് തരും, ഒരു സീലിടും. അതായത് D ബാർ E ബാർ D ഡാഷ് D E ഡാഷ് എന്ന് പറഞ്ഞിട്ട് റിജക്ഷനിലുള്ള ഒരു ഇതടിക്കും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമേ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അവർ വീണ്ടും എൻ്റെ വിസ റിജക്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ 3rd ടൈമിൽ പോയ സമയത്ത് കൃപാസനത്തിൽ വെച്ച് വന്ന ആ ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇട്ടായിരുന്നു. കൃത്യം എന്താ പറയുക, 7-ാമത്തെ പേജിലായിരുന്നു ആ ഒരു റിജക്ഷൻ്റെ ഇതുണ്ടായിരുന്നത്, ആ സീലുണ്ടായിരുന്നത്. കൃത്യം അതിൻ്റെ മുകളിലാണ് ഇന്ന് എനിക്ക് വിസയും കിട്ടിയിട്ടുള്ളത്. എന്താല്ലേ. അതുപോലെ എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ എനിക്ക് ഒരുപാട് വട്ടം ഇതാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഞാനൊരു എൻ്റെ റിജക്ഷൻ്റെ റീസൺ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞൊരു ആളാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. ഞാൻ ഇനി പോകുന്നത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലോട്ടേക്ക്. അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് 2 വട്ടം എൻ്റെ വിസ റിജക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ഒരു എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ 2 വട്ടമായിട്ട്. എനിക്ക് വേണ്ട ഓൺലൈൻ ഉടമ്പടി എടുത്ത എൻ്റെ അമ്മയ്ക്കാണ് കൃപാസന മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാര്യം ഒരു ദിവസം രാവിലെ ഇന്ന് ഞാൻ ഓർക്കുന്നത്, അത് 5 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന് പറയുകയാണ്, സഞ്ജു നീ ഒരു കാര്യം ചെയ്യണം, മാതാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്, നീ ഈ 2 പോയിൻ്റ് കൂടി മോട്ടിവേഷൻ ലെറ്ററിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചേഞ്ച് വരണ്ടേന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ്. അതിൻ്റെ തലേ ദിവസം ഞാൻ മോട്ടിവേഷൻ ലെറ്റർ സ്വന്തം എഴുതി പ്രിപ്പയർ ചെയ്തതാണ്. ഞാൻ അന്നേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഫസ്റ്റ് തിങ് ഞാൻ എന്ത് ചെയ്തു, മമ്മി പറഞ്ഞ ഈ 2 പോയിൻറ്റ്സ് ഞാൻ ആഡ് ഓൺ ചെയ്തു. അതും മമ്മിക്കാണ് അവിടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. അതുപോലെ ഈ വിസ കിട്ടുന്ന ദിവസവും എൻ്റെ മമ്മിക്ക് തന്നെയാണ് മാതാവ് ആ ഒരു ബോധ്യം കൊടുത്തത്. അതായത് മമ്മി പറഞ്ഞത്, മാതാവ് പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, മോനെ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ടെൻഷൻ ആവണ്ട, നിനക്ക് വിസ കിട്ടിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യിൽ വിസ കിട്ടിയ സമയത്ത് ഞാൻ ആരാധന ചാപ്പലിലായിരുന്നു. അവിടെ വെച്ച് ഞാനും എൻ്റെ ഫിയാൻസി എൻ്റെ മമ്മിയും കൂടി ഒന്നിച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം കാര്യം പറഞ്ഞാൽ ഇത് കിട്ടിയ തൽക്ഷണം ദൈവത്തിന് സ്തുതി പറഞ്ഞ് അത്രമാത്രം നന്ദിയുണ്ട്. കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഒറ്റ കാര്യം മാത്രം, അമ്മേ ഇന്ന് ഞാനിപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ പറയുന്നത് പോലെ എനിക്ക് ഈ പാസ്പോർട്ടും ഉയർത്തിപ്പിടിച്ച് ഈ വിസയും കൈ പിടിച്ചുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ച്, അതായത് 3-ാമത്തെ വട്ടം വിസ 2 വട്ടം അപ്ലൈ ചെയ്ത് റിജക്ഷൻ കിട്ടി, 3-ാമത്തെ വട്ടം വിസ കിട്ടിയ എനിക്കിതൊരു വലിയൊരു അത്ഭുതമാണ്. എനിക്ക് ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചെന്ന കൃപാസന പ്രസാദന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും സത്യസന്ധമായി അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. തൻ്റെ അനുഭവ സാക്ഷ്യം ജോബിൻ ഷാവിയർ എന്ന ഈ മകൻ എങ്ങനെ
വ്യക്തിപരമായി ഈശോയെ സ്നേഹിക്കുന്നു. അനുഭവങ്ങൾ എങ്ങനെ ഈശോയോട് കൂടുതൽ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് കൂടുതൽ അടുക്കുവാൻ തന്നെ സഹായിച്ചു. 2 പ്രാവശ്യം റിജക്ഷൻ വരികയാണ്, വിസ റിജക്ഷൻ. 2019 മുതൽ ആഗ്രഹിക്കുന്നതാണ് വിദേശത്തേക്ക് പോകണമെന്ന്. IT ഫീൽഡായിരുന്നു, ആണോ? സിവിൽ എഞ്ചിനീയർ ആയിരുന്ന മകനാണ്, ജോലി ചെയ്തിരുന്നയാളാണ്. എന്നാൽ പിന്നീട് നേഴ്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹവും നേഴ്സിംഗ് ഫീൽഡ് വേണം. അപ്പോഴത് ഒരു കോൺട്രഡിക്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ വിസ തള്ളിപ്പോയിരുന്നു, റിജക്റ്റ് ആയിരുന്നു. എന്നാൽ എവിടെയും അമ്മയുണ്ടെങ്കിൽ, അമ്മ ഇടപെടുമ്പോൾ അതൊന്നും ഒരു തടസ്സങ്ങളെ അല്ല എന്നുള്ളതാണ് പിന്നീട് അനുഭവസാക്ഷ്യം പങ്കുവെച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം വിസ അടിച്ചു വരുന്നതും അതിന് പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തന്നെ 2 പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ വിസ റിജക്ഷൻ ആയ കാരണങ്ങൾ എന്താണ്, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തി വേണം ഇനിയുള്ള മോട്ടിവേഷൻ ലെറ്റർ തയ്യാർ ചെയ്യാൻ. അമ്മ അക്കൗണ്ടിൽ ക്രമക്കേടുണ്ടെങ്കിൽ ആരെങ്കിലും വിഷമിച്ച് അവരുടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കുന്ന രീതിയിൽ ഇതിനു മുമ്പൊരു സാക്ഷ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്ന് കണക്കുകളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്നാണ് ആ സാക്ഷ്യത്തിൽ കേട്ടത്. ഇവിടെ തൻ്റെ വിസ റിജക്ഷൻ്റെ കാരണം എന്താണ്, അത് ഈ മകന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതും തൻ്റെ മമ്മിയിലൂടെ. മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഈ മകൻ്റെ വിസ തടസ്സങ്ങൾ വന്നപ്പോഴെന്നാണ് നാം കേട്ടത്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധീകരണം, ഒരു ഉടമ്പടി എടുത്തു എന്നത് മാത്രമായി അങ്ങനെ പോകുന്ന അവസരത്തിലാണ് വിസ ഒരു പ്രാവശ്യം കൂടി റിജക്ഷൻ വരുമ്പോൾ ഇനി താൻ എങ്ങനെയൊക്കെ മാറണം. ആഴ്ചയിൽ കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന മുടക്കുന്നില്ല, പേഴ്സണൽ പ്രെയറിനായിട്ട് ദിവ്യകാരുണ്യ ആരാധന, അതായത് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ 1 മണിക്കൂർ ഈ മകൻ സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നാം കേട്ടത്. യുവാക്കൾ അവരെ എങ്ങനെ ഉടമ്പടി എടുക്കുന്നത് വഴി തങ്ങളുടെ ജീവിതത്തിൽ മൂല്യബോധം ഒന്നുകൂടി അവരിൽ ഉറപ്പിക്കുകയാണ് അമ്മ. ഈ മക്കൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് എങ്ങനെയാണ് അമ്മ ഈ മക്കളെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തൻ്റെ ജീവിതം ആകെ ഒന്ന് കുലുക്കിയെടുക്കുമ്പോൾ അവിടെ പിന്നീട് അമ്മ അനുഗ്രഹങ്ങളുടെ മഴ തന്നെ വർഷിക്കുന്നതായിട്ടാണ്. തൻ്റെ പാസ്പോർട്ട് അടിച്ചു കിട്ടുകയും അതിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും വിസ ഒക്കെ കയ്യിൽ കിട്ടി ഒക്ടോബർ 29 പോകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഇണക്കി കൊടുക്കുകയാണ്. എനിക്ക് ഇനിയും ജർമ്മനിയിൽ ചെന്നാലും ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് നിത്യത തേടിയുള്ളതാണ് എൻ്റെ ജീവിതം. ഇതൊക്കെയാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഈശോയോട് വിശ്വസ്തനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് അടുത്ത് ഉള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ മകൻ ശ്രമിക്കുമ്പോഴാണ് തിരുവചനം പറയുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുകയും സത്യസന്ധമായി അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. തനിക്ക് കൃപാസന പത്രം എപ്പോഴും കൊടുക്കാൻ കിട്ടാതിരുന്നപ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ഒരു 3 പേർക്കെങ്കിലും ഒരു ദിവസം അത് കൊടുക്കുന്നതിന് ഈ മകൻ ശ്രദ്ധിച്ചിരുന്നു. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകൾക്കും ഈശോയോട് നന്ദി പറയുന്ന ഈ മകനോടും കുടുംബത്തോടും ഒപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.